ഏവർക്കും ദേവതാരുവിലെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ശ്രീകൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമാണല്ലോ ദാമോദര മാസം. അത് ഭഗവാന്റെ ബാലലീലകൾ കൂടുതലും നടന്നതും ഈ കാർത്തിക മാസത്തിലാണെന്ന് പറയപ്പെടുന്നു. ദാമമെന്നാൽ കയറെന്നും ഉദരമെന്നാൽ വയറെന്നുമാണ് അർത്ഥം. ശ്രീകൃഷ്ണന് ദാമോദരൻ എന്ന പേര് വന്നത് ഒരിക്കൽ കൃഷ്ണൻ വികൃതിയായി വെണ്ണ മോഷ്ടിച്ചതിന് ശേഷം അവൻ്റെ വാത്സല്യത്തിൻ്റെ ആ ഒരു നിധിയായ അമ്മ യശോദ അവനെ വയറ്റിൽ ഒരു കയർ വെച്ച് ബന്ധിക്കുകയാണ്. അങ്ങനെ അവൻ ദാമോദരൻ എന്ന് അറിയപ്പെട്ടു. അതായത് ദാമം എന്നാൽ കയറ് എന്നാണ് അർത്ഥമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഭഗവാന് അമ്മയായ യശോദര ഈ വെണ്ണ കെട്ടതിന് കയർ വെച്ച് ഭയങ്കര വികൃതിയായിരുന്നല്ലോ ഭഗവാൻ കുഞ്ഞിലെ. അപ്പോൾ അമ്മ കയറ് കൊണ്ട് കെട്ടി വയറില്ല. അങ്ങനെയാണ് അവന് ദാമോദരൻ എന്ന പേര് കിട്ടിയത്. രാധാകൃഷ്ണ രൂപത്തെയോ ദാമോദര രൂപത്തെയോ നെയ്വിളക്ക് കത്തിച്ച് മംഗള ആരതി ഒഴിയുന്നത് അഭിവൃദ്ധിയും സൽകീർത്തിയും സമ്പന്നതും നമുക്ക് നേടിത്തരുന്നു. അത്രയ്ക്കും ഭഗവാൻ ഇഷ്ടപ്പെട്ട മാസമാണ്. അതായത് ഈ മാസം ഏകദേശം നമുക്ക് ഒക്ടോബർ 7 കൂടി നവംബർ 5 വരെയൊക്കെയാണ് ഇത്തവണ ദാമോദര മാസം. അങ്ങനെ ഈ ദാമോദര മാസം നമുക്ക് ഒരു 18 ദിവസം നമ്മൾ ആഗ്രഹിച്ചത് നേടാൻ വേണ്ടി മഹാസുദർശന മന്ത്രം ജപിക്കുകയാണെങ്കിൽ നമുക്ക് എന്തും നമ്മൾ ആഗ്രഹിച്ചത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതായിരിക്കും. ഭഗവാനോട് അത് രാവിലെയോ വൈകിട്ടോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം. ഏറ്റവും കൂടുതൽ വൈകിട്ട് ഭഗവാന്റെ മുന്നിൽ നെയ്വിളക്ക് തെളിയിച്ചതിന് ശേഷം ഭക്തിയോടുകൂടി ഭഗവാന്റെ ഒരു തുളസിമാല അർപ്പിച്ച് മനസ്സുരുകി ഈ മഹാസുദർശനം ചൊല്ലുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചത് എന്തും നമുക്ക് ലഭിക്കും. ഒരു 18 ദിവസം നമ്മളത് കറക്റ്റായിട്ട് ചൊല്ലണം. മഹാസുദർശനത്തിന് അത്രയ്ക്കും ശക്തിയാണുള്ളത്. ആ ഒരു മന്ത്രം ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആഗ്രഹിച്ചത് എന്തും നേടുവാനായിട്ട് സാധിക്കും. ഭഗവാന് ഇഷ്ടപ്പെട്ട് ഈ മാസം തന്നെ ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമം. ഏകദേശം 18 ദിവസം ഇത് ജപിക്കണം. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ജപിക്കണം. ഇതിന് നമുക്ക് വ്രതമോ മറ്റോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും 18 ദിവസം അടുപ്പിച്ച് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വൈകിട്ട് ഭഗവാന്റെ മുന്നിൽ നെയ്വിളക്ക് തെളിയിച്ച് തുളസിമാല ചാർത്തി. കാരണം ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആണ് തുളസി ദേവി ലക്ഷ്മി ദേവിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ദിവസേന ചൊല്ലുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഏത് കാര്യവും ഭഗവാൻ നമുക്ക് നടത്തിത്തരും. അത്രയ്ക്കും ഇഷ്ടപ്പെട്ട മാസമാണ് ഭഗവാന് കാർത്തിക മാസം എന്ന് പറയുന്ന ദാമോദര മാസം. ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത ഒരു പുതിയ അധ്യായത്തിൽ വരും വരെ നന്ദി, നമസ്കാരം.